ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങളെ തേടി പണം ധാരാളം നിങ്ങളുടെ വീട്ടിൽ വന്നുകൊണ്ടേയിരിക്കും. ഇതിനായി ചെറിയൊരു ക്രിയ. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഈ കർമ്മം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിനുള്ളിൽ ധാരാളം പണം നിങ്ങളെ തേടിയെത്തും. അപ്പോൾ ഇതിനായി ചെറിയൊരു ക്രിയ. അപ്പോൾ ഈ ഒരു ക്രിയ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അത് ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ ക്രിയ ചെയ്യുവാൻ എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെന്നും ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. ഹായ് കൂട്ടുകാരെ, ജസ്റ്റ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ക്രിയയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നിങ്ങളിലുള്ള സർവമാന ദോഷങ്ങളെയും ഒരു പരിധിവരെ എടുത്തു കളഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾ അവകാശപ്പെട്ട നിങ്ങളുടെ ഭാഗ്യങ്ങൾ, നിങ്ങളുടെ നാളിലുള്ള നിങ്ങളുടെ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുവാൻ ഈ ഒരു ക്രിയ വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്രിയ 100% വിശ്വാസത്തോട് ചെയ്യുക. വിശ്വാസത്തോട് ചെയ്യാൻ ഞാൻ പറഞ്ഞത്, ഞാൻ ഈ ഒരു ക്രിയ ചെയ്യുക വഴി എന്നിലും എന്റെ കുടുംബത്തിലും എന്റെ കുട്ടികളിലും എന്റെ മാതാപിതാക്കളിലും ഒക്കെയുള്ള എല്ലാവിധമായിട്ടുള്ള ദോഷങ്ങളും പൂർണ്ണമായിട്ടും മാറി ഈ വീട്ടിനുള്ളിൽ നല്ലൊരു സാമ്പത്തികം ധാരാളം ഈ വീട്ടിനുള്ളിൽ ഉണ്ടാകണം. ഈ വീട്ടിനുള്ളിലുള്ള എല്ലാ ആൾക്കാരും ഭാഗ്യശാലികളായിത്തീരണം. ഭാഗ്യവാന്മാരും ഭാഗ്യശാലികളും ആയിത്തീരണം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പറയുക. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ഞാൻ ഈ ഒരു ക്രിയ ചെയ്യുക വഴി എനിക്ക് ധാരാളം സാമ്പത്തികം എന്നെ തേടി വരാൻ പോകുകയാണ്. ഒരുപാട് ഭാഗ്യങ്ങൾ എന്നെ തേടി വരാൻ പോകുകയാണ്. എന്റെ മനസ്സിലുള്ള നടക്കാതിരിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും അതുവഴി സാധിച്ചു കിട്ടും. എനിക്ക് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ഈ ഒരു ക്രിയ വഴി എനിക്ക് പൂർണ്ണമായിട്ടും എനിക്ക് മാറി നല്ലൊരു സാമ്പത്തിക അവസ്ഥ, ധാരാളം പണം എന്റെ വീട്ടിൽ എന്നെ തേടി എത്തും. ഇങ്ങനെ നിങ്ങൾ ഉറപ്പിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച് ഒരു 5 മിനിറ്റ് ആവർത്തിച്ച് പറയുക. അപ്പോൾ ഈ ഒരു ക്രിയ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് വൈകുന്നേരം 8 മണി മുതൽ 8 മണിക്കും രാത്രി 12 മണിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. വൈകുന്നേരം 8 മണി, അതായത് രാത്രി 8 മണിക്കും 12 മണിക്കും ഇടയ്ക്ക് വേണം നിങ്ങൾ ഈ ഒരു ക്രിയ ചെയ്യുവാൻ. അപ്പോൾ നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. 3 ചൊവ്വാഴ്ച അല്ലെങ്കിൽ 3 വെള്ളിയാഴ്ച, ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച വേണം നിങ്ങൾ ഈ ഒരു ക്രിയ ചെയ്യുവാൻ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 3 ചൊവ്വാഴ്ച, നിങ്ങളിപ്പോ ചൊവ്വാഴ്ചയാണ് ഈ ഒരു ക്രിയ ചെയ്യുവാൻ ചൂസ് ചെയ്തതെങ്കിൽ 3 ചൊവ്വാഴ്ച മുടങ്ങാതെ അതേ സമയത്ത് നിങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുവാൻ ചൂസ് ചെയ്തതെങ്കിൽ 3 വെള്ളിയാഴ്ച മുടങ്ങാതെ ഒരേ സമയത്ത് വേണം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുവാൻ. അപ്പൊ ഇനി ആ ഒരു കർമ്മം ചെയ്യുവാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ആ ഒരു കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്യുവാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞത് കല്ലുപ്പാണ്. ആദ്യമായി നിങ്ങൾക്ക് വേണ്ടത് കല്ലുപ്പ്. ഇപ്പൊ എല്ലാ മാർജ് ഫ്രീകളിലും ഈ കല്ലുപ്പ് വാങ്ങാൻ കിട്ടാത്ത സാധനമല്ല. പൊടിയുപ്പ് യൂസ് ആക്കരുത്, കല്ലുപ്പ് തന്നെ നിങ്ങൾ യൂസ് ആക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 3 സ്പൂണ് കല്ലുപ്പ് എടുക്കുക. ഒരു 3 സ്പൂണ് കല്ലുപ്പ് എടുക്കുക. ഒരു വൃത്തിയുള്ള ഒരു ചെറിയ പീസ് പ്ലാസ്റ്റിക് എടുക്കുക. ഒരു വൃത്തിയുള്ള ചെറിയ പീസ് പ്ലാസ്റ്റിക് കവർ നിങ്ങൾ മുറിച്ചെടുക്കുക. അതിനുശേഷം ഈ 3 സ്പൂണ് കല്ലുപ്പിനെ ഇതിന് മുകളിൽ വെക്കുക. ഈ പ്ലാസ്റ്റിക്കിനകത്ത് വെക്കുക. ഈ കല്ലുപ്പിന്റെ മുകളിലായിട്ട് ഒരു 5 കുരുമുളക്, ഈ കല്ലുപ്പിന്റെ മുകളിലായിട്ട് ഒരു 5 കുരുമുളക് വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ പ്ലാസ്റ്റിക്കിനുള്ളിൽ, അതായത് പ്ലാസ്റ്റിക്കിന്റെ പുറത്ത് ഈ ഒരു കല്ലുപ്പ് നിങ്ങൾ നിക്ഷേപിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ പറയുക, ഞാൻ ഈ ഒരു കർമ്മം ചെയ്യുക വഴി എനിക്ക് നല്ല നല്ല ഭാഗ്യങ്ങൾ എന്നെ തേടി വരും. എന്റെ വീട്ടിൽ ഇനി ഒരിക്കലും ദാരിദ്ര്യാവസ്ഥ ഉണ്ടാകത്തില്ല, പണം ധാരാളം വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഈ കല്ലുപ്പ് ഈ പ്ലാസ്റ്റിക്കിന്റെ മുകളിൽ വെക്കുക. അതിനുശേഷം അതിന്റെ മുകളിലായിട്ട് ഈ കുരുമുളക് വെക്കുക. ഒരു 5 കുരുമുളക് വെക്കുക. എന്നിട്ട് അതിനെ പൊതിയുക. നല്ലപോലെ പൊതിയുക. പൊതിഞ്ഞ ശേഷം വീട്ടില് 5 പേരുണ്ടെങ്കിൽ
5 പേരുടെയും തലയിൽ 3 തവണ ഒഴിയുക. തലയിലൊരു 3 തവണ ഇങ്ങനെ ഒഴിയുക. ഞാൻ ഈ 3 തവണ ഒഴിയുക എന്ന് പറഞ്ഞത് വലത്ത് നിന്ന് ഇടത്തോട്ടൊരു 3 തവണ, അതേപോലെ തന്നെ ഇടത്ത് നിന്ന് വലത്തോട്ടൊരു 3 തവണ. ഓക്കെ, അങ്ങനെ ഈ 3 തവണ വെച്ച് തലയിൽ ഒഴിയുക. ആ ഒഴിഞ്ഞ ആ പുതിന ഇത് വെച്ച് ആ ഒരു പ്ലാസ്റ്റിക് പുതിന നിങ്ങൾ വീടിന്റെ മുൻഭാഗത്ത് കിഴക്ക് ദിശ നോക്കി കുഴിച്ചിടുക. ചില ആൾക്കാർക്ക് കുഴിച്ചിടാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെടിച്ചട്ടി കൊണ്ട് വെച്ചാൽ മതി, ചെടിച്ചട്ടിയിൽ കൊണ്ട് വെച്ചാൽ മതി. അഥവാ അതിന് ചെടിച്ചട്ടി ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ചെറിയൊരു പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് മണ്ണെടുക്കുക. ആ മണ്ണിന്റെ അകത്ത് പൂത്തി വെച്ചിട്ട് നിങ്ങൾ വീടിന്റെ കിഴക്ക് ഭാഗത്ത് വെക്കുക, മുൻവശത്ത് കിഴക്ക് ഭാഗത്ത് വെക്കുക. അഥവാ ഇനി നിങ്ങളുടെ ദർശനം വരുന്നത് മുൻവശം കിഴക്ക് ഭാഗം അല്ലെങ്കിൽ നിങ്ങൾ കിഴക്ക് ഭാഗം എവിടെയാണോ അവിടെ വെച്ചാലും മതി. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഇപ്പോൾ ചില ആൾക്കാർ പറയും അത് നമ്മുടെ വീടിന്റെ മുൻവശം വന്നിട്ട് പടിഞ്ഞാറ് ദിശയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിപ്പോൾ ഏത് ദിശയായാലും, മുൻവശം ഏത് ദിശയായാലും നിങ്ങൾ കിഴക്ക് ഭാഗത്ത് കൊണ്ട് കുഴിച്ചിടുക. ഞാൻ പറഞ്ഞ പോലെ വെക്കുക. ഓക്കെ, അതേപോലെ തന്നെ വീടിന്റെ മുൻവശം കിഴക്ക് ദിശയാണെങ്കിൽ അത്യുത്തമം നിങ്ങൾ അതേപോലെ തന്നെ കിഴക്ക് ദിശയെ കൊണ്ട് വെക്കുക, മണ്ണിൽ കുഴിച്ചിടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ ചെയ്ത ശേഷം 3-ന്റെ അന്ന്, ഇപ്പോൾ നിങ്ങൾ ചൊവ്വാഴ്ചയാണ് വെച്ചതെങ്കിൽ ചൊവ്വ, ബുധൻ, വ്യാഴാഴ്ച രാവിലെ അതിരാവിലെ സൂര്യോദയത്തിന് മുമ്പ് ഇത് നിങ്ങളോട് കളയുക. ഇത് നിങ്ങളോട് കളയുക എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വീടിന്റെ കോമ്പൗണ്ടിനുള്ളിടല് നിങ്ങൾ വെളിയിൽ കൊണ്ട് ഇവിടെ ഓടയിലോ ഏത് റോഡ് സൈഡിലോ കൊണ്ട് കളയുക. ആരും ഇതിന്റെ മുകളിൽ ചവിട്ടി പോകാത്ത സ്ഥലത്ത് കൊണ്ടുവേണം കളയുവാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുക, 100% വിശ്വാസത്തോടുകൂടി നിങ്ങൾ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഫലം കിട്ടും, അതിൽ യാതൊരു സംശയം വേണ്ട. അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ. ജസ്റ്റ് വ്ളോഗിന്റെ പുതിയ വീഡിയോയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.